കല്യാണം കഴിഞ്ഞിട്ട് കുടുംബജീവിതം ആരംഭിക്കുകയാണ്. ഇനിയാണ് പ്രശ്നം. പൊതുവേ കല്യാണം കഴിയുന്നത് വരെ, ഇന്നത്തെ സാഹചര്യത്തിൽ കല്യാണം കഴിയുന്നത് വരെ നല്ല ഇമ്പവും, മുമ്പല്ല കല്യാണം കഴിഞ്ഞാലാണ് ഇമ്പം, ഇപ്പൊ കല്യാണം കഴിയുന്നത് വരെ ഇമ്പം, കല്യാണം കഴിഞ്ഞാൽ പിന്നെ അലമ്പ. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു കോലമാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്നേഹത്തിൽ ജീവിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അറിഞ്ഞു ജീവിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിക്കണം. നിങ്ങൾക്ക് വെറുപ്പുള്ളതൊന്നും, നിങ്ങളെ ഭാര്യക്ക് വെറുപ്പുള്ളതൊന്നും നിങ്ങൾ ചെയ്യരുത്. നിങ്ങളെ ഭർത്താവിന് ഇഷ്ടമില്ലാത്തതൊന്നും നിങ്ങൾ ചെയ്യരുത്. പെണ്ണുങ്ങളെ, നല്ല സൗഹൃദത്തിൽ പെരുമാറണം. കുറച്ച് ഹക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട്. ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് ചെയ്തു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് ചെയ്തു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. ഏതായാലും ആദ്യം ആണുങ്ങളോട് പറയാം ഞാൻ, അതാ നല്ലത്. ആണുങ്ങൾ എന്തൊക്കെയാണ് ഭാര്യമാർക്ക് ചെയ്തു കൊടുക്കേണ്ടത് പറഞ്ഞാൽ പിന്നെ ആണുങ്ങൾ പോയാലും കുഴപ്പമില്ല, പെണ്ണുങ്ങൾ ഏതായാലും ഇപ്പൊ കഴിയാണ്ട് പോവില്ല. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആണുങ്ങളോട് ഞാൻ പറയും, നമ്മുടെ ഭാര്യമാർ അവരെ നല്ല സ്വഭാവത്തിൽ പെരുമാറുകയും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അവരെന്ന് കരുതുകയും ചെയ്യണം. അവിടെയാണ് സുസ്ഥിരമായൊരു കുടുംബ ജീവിതത്തിന്റെ അസ്ഥിവാരമുള്ളത്. പൊതുവേ അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാലും ഉണ്ട്, കല്യാണം കഴിച്ച് വന്ന പെണ്ണ് നമ്മൾ പറയുന്ന പോലെ എല്ലാം കേട്ട് ജീവിക്കേണ്ടവളാണ് എന്ന ഒരു തോന്നൽ പണ്ടന്നെ ആണുങ്ങളെ കൽവിൽ കയറിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, ഖുർആൻ ഉപയോഗിച്ചൊരു ശൈലിയുണ്ട്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ ഒരു ലോകത്തെ ഒരു വേദഗ്രന്ഥത്തിലും ഇത്രമാത്രം അർത്ഥവ്യാപ്തിയുള്ള ഒരു വാക്കുണ്ടാവില്ല കുടുംബ ജീവിതത്തെ സംബന്ധിച്ച്. വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ആയാത്തുകൾ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ, എന്തൊരു പദപ്രയോഗമാണ്! നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇണകളെ സൃഷ്ടിച്ചത്. ഇപ്പൊ നമ്മുടെ ഭാര്യ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. അതിനേക്കാളും നല്ലൊരു പദം എന്താ ഉപയോഗിക്കേണ്ടത്? വേറൊരു പെണ്ണാന്നല്ല പറഞ്ഞത്, നിങ്ങൾ അയൽവാസി എന്നല്ല പറഞ്ഞത്. നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമാണ് നിങ്ങളുടെ ഭാര്യ. അപ്പം ഭർത്താവോ ശരീരത്തിന്റെ ഭാഗമാണ്. നിങ്ങളുടെ പല്ലിന് വേദന വന്നാൽ, നിങ്ങളുടെ പല്ലിന് വേദന വന്നാൽ, നിങ്ങളുടെ കൈക്ക് വേദന വന്നാൽ, തലവേദന വന്നാൽ ആശുപത്രി കാണിക്കാൻ വേണ്ടി നിങ്ങൾ കമ്മിറ്റി മീറ്റിംഗ് കൂടുവോ? ജമാഅത്തിന്റെ പ്രസിഡന്റിനോട് ചോദിച്ചിട്ടാ തലവേദനക്ക് ഡോക്ടറെ കാണിക്കല്? അല്ല. തലവേദന വന്ന ഉടനെ ആശുപത്രിയിൽ പോവും, വയറുവേദന വന്ന ഉടനെ ആശുപത്രിയിൽ പോവും. ഭാര്യക്ക് രോഗമായാലും ഭാര്യ പറഞ്ഞു എൻ്റെ പല്ലിന് ഭയങ്കര വേദന, ഇപ്പൊ മൂപ്പര് പറയാ, ആ മംഗലത്തിന് പോയിട്ട് വലിയ കൊട്ടടിത്ത് കടിച്ചിട്ടല്ലേ ആണെന്നോ കണ്ടോ? അത് പറയാൻ പറ്റൂല. കാരണം എന്താ? നിനക്ക് പല്ല് വേദന ഉണ്ടെങ്കിൽ നീ സഹിക്കോ? ഇല്ല. ഭാര്യന്റെ പല്ല് വേദന നിന്റെ പല്ല് വേദന പോലെ പരിഗണിക്കണോ? ഭാര്യക്കൊരു ക്ഷീണം, എന്നാൽ ആ ക്ഷീണത്തിന് ഉടനെ നീ പ്രതിവിധി കണ്ടെത്തണം. കാരണം അവൾ നിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. അല്ലാഹു തആല നമുക്ക് നന്മ നൽകട്ടെ. ഭാര്യമാരെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കാത്തത് കൊണ്ട് പലപ്പോഴും പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകുന്നത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം പെണ്ണുങ്ങളെ ഭാഗത്തുനിന്നുണ്ടാവും. പക്ഷെ അതൊക്കെ സഹിക്കാൻ അർരിജാലു ഖവ്വാമൂന അലന്നിസാ, പെണ്ണുങ്ങളെ കാര്യങ്ങളൊക്കെ നടത്തിപ്പോകാൻ വേണ്ടി അള്ളാഹ് ഏൽപ്പിച്ചത് ആണുങ്ങളെയാണ്. ആണുങ്ങൾ കുറച്ച് ഉഷാറുള്ളവരാണ്. അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങളൊക്കെ പറഞ്ഞെല്ലാം കേട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങനെ കൊണ്ടുപോകണം. ഇതൊരു ഭയങ്കര സംഭവമാണ് ഈ കുടുംബജീവിതം എന്ന് പറഞ്ഞത്. അല്ലാഹു തആല നമ്മളെ നന്നാക്കി തരട്ടെ. ഭാര്യമാരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. ഭാര്യന്റെ മനസ്സിന് എപ്പോഴും ഇടങ്ങേറുണ്ടാക്കുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഉരമുള്ള രീതി നീ എപ്പോഴും എടുക്കണ്ട. തഴവോസ്താന്റെ ദറജ അല്ലാഹ് വർദ്ധിപ്പിക്കട്ടെ. കനവുള്ള ഒരു സ്വഭാവം പെണ്ണുങ്ങടുത്ത് വേണ്ട. ഞാൻ 2 വർഷം മുൻപ് സൗദിയിൽ പോയി. അപ്പോ സൗദിയിൽ ദമാമിൽ എന്നോടൊരാൾ പറഞ്ഞു, ഉസ്താദെ എൻ്റെ ഭാര്യക്കൊരു രോഗമാണ്. ഈ ബാധെല്ലാം കേട്ടിട്ട് ആൾ വയ്ക്കും ഇയാൾ ചികിത്സിക്കും. ഞാൻ ചികിത്സിക്കുന്ന ആളൊന്നുമല്ല, എന്നാൽ അതെങ്കിലും പറയുമ്പോൾ നമ്മൾ ദിക്റിലേക്കോന്ന് പറയുമല്ലോ. എന്നോട് പറഞ്ഞു, ഉസ്താദെ
എൻ്റെ ഭാര്യയ്ക്കൊരു പ്രശ്നമുണ്ട്, കുറച്ച് കൊല്ലമായി തുടങ്ങിയിട്ട്. ഇയാൾ ഒരു 1.5 വർഷത്തേക്കാണ് നാട്ടിൽ വരിക. വന്നാൽ ഒരു 6 മാസത്തോളം ഉണ്ടാവും. പിന്നെ പോയിട്ട് പിന്നെ അടുത്ത 1.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് വരിക. ഇയാൾ പറഞ്ഞു 2-3 പ്രാവശ്യം ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഇതെന്നെ ആവർത്തിക്കുന്നു. എന്താ പ്രശ്നം എന്നറിയോ? ഞാൻ നാട്ടിലേക്ക് പോയാൽ പെണ്ണുങ്ങൾക്ക് ശരീരം മുഴുവൻ ഒരു വേദന, തലവേദന, കൈവേദന, നടുവേദന, ഇങ്ങനെ വേദന വേദന വേദന. എനിക്ക് 2-3 പ്രാവശ്യമായി ഞാൻ പോയിട്ട് എപ്പോഴും മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന പണി. ഞാൻ തിരിച്ച് ദമാമിലേക്ക് വന്നാൽ ഓളെ രോഗം പോയി, ഒരു പ്രശ്നമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനത്തെ ഒരു രോഗം ഭയങ്കര ബുദ്ധി. അങ്ങനെ ഞാൻ തങ്ങളടുത്തും പോയി, ഇസ്മിൻ്റെ പണിക്കാരടുത്തും പോയി, ഒലിയാക്കന്മാരുടെ അടുത്തും പോയി, എല്ലാവരുടെ പോയി, ഒരു മാറ്റമില്ല. കുറേ ഡോക്ടറെ കാണിച്ചു, ഒരു ഗുണമില്ല. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെ ഭാര്യക്ക് വേറെന്തെങ്കിലും സ്വഭാവ ദൂഷ്യങ്ങളുണ്ടോ? അങ്ങോട്ട് ചോദിക്കണമല്ലോ. ഇല്ല ഇല്ല, എൻ്റെ ഭാര്യ എൻ്റെ ജീവനാണ്. ഓക്കെ, ഞാനും അങ്ങനെ തന്നെ, ഭയങ്കര ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. അങ്ങനത്തെ വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നോ പ്രേമിക്കുന്നോ ഒന്നുമില്ല, അവർക്ക് ഡൗട്ടേ ഇല്ല. പക്ഷെ ഭാര്യക്ക് രോഗമുണ്ട്, അഭിനയിക്കുന്നൊന്നല്ല, അവൾക്ക് രോഗമുണ്ട്, അവൾ ശരിക്കും രോഗിയാണ്. അവൻ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ ചെറിയ ബുദ്ധിക്ക് പറഞ്ഞതാണ്, നിങ്ങൾക്ക് വലിക്കണമെന്നില്ല. ഞാൻ ഇയാളോട് പറഞ്ഞു, ഡോക്ടറെ കാണിച്ച് രോഗമല്ല ശരിയെന്നല്ലേ? അതെ. ഞാൻ നിങ്ങൾ നാട്ടിൽ പോയാൽ, നിങ്ങൾ നാട്ടിൽ പോയാൽ നിങ്ങളെ ഒന്ന് ഡോക്ടറെ കാണിക്കണം. ആരെ? ഏത് ഡോക്ടറെ? നല്ല മനഃശാസ്ത്രജ്ഞനായ ഡോക്ടറെ കാണിക്കണം. അപ്പം ഇയാളെ നിങ്ങൾ നോക്കി, ഉസ്താദിനെ ആക്കിയതാ? ഞാൻ അവൻ ആക്കിയൊന്നല്ല. എന്താ കാരണം എന്നറിയോ? ഞാൻ മനസ്സിലാക്കിയത്, ഇയാൾ നാട്ടിലേക്ക് പോകുമ്പോൾ മാത്രമാണ് ഈ പെണ്ണുങ്ങൾക്ക് സുഖേട്. ഇയാൾ വന്നാൽ സുഖേടില്ല. അതിൻ്റെ അർത്ഥം എന്താ? നമ്മളെ നാട്ടിൽ പുലി ഇറങ്ങി എന്ന് പറഞ്ഞാൽ അല്ലേ, ഈ മൗവല് പുലി ഇറങ്ങി എന്ന് പറഞ്ഞാൽ വെറുതെ ഒരാൾ പറഞ്ഞാൽ പുലി ഇറങ്ങിയിട്ടുണ്ട് മൗവല് അല്ലെങ്കിൽ പരയങ്ങാനത്ത് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം ബേജാറുണ്ടാവില്ലേ? തലവേദന വരില്ലേ? കൈകാല് കടച്ചെടുക്കൂലേ? അങ്ങനെ പ്രശ്നം. അപ്പൊ ഇയാൾ വരുന്നതെന്ന് അറിയുമ്പോൾ എന്തോ ഒരു ബേജാറുണ്ട് ഈ പെണ്ണുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ, ഇയാൾ പുരയിൽ ചിലപ്പം പണ്ട് കാലത്ത് നല്ലോണം കൊടുത്തിട്ടല്ലേ ഉണ്ടാവും, ഹിറ്റ്ലറിസം. ചില ആൾ അങ്ങനെ പറയും, ഞാൻ എൻ്റെ ഭാര്യക്ക് എന്നോട് ഭയങ്കര പേടിയാണ്, ഞാൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് കൊടുക്കും. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ പറയാണ്, ഇന്നീല അബ്ഗദുർ റജുൽ, എനിക്കൊരാളോട് കടുത്ത വെറുപ്പാണ്. ഖായിമൻ അലംറഅതിഹി സായിറൻ ഫറായിസ റഖബതി, അയാൾ ഭാര്യയെ അടിക്കാൻ വേണ്ടി ദേഷ്യം പിടിച്ചിട്ട് കൈ ഉയർത്തിട്ട് ഇങ്ങനെ നിൽക്കാണ്, ഭാര്യനെ തല്ലാൻ വേണ്ടി കൈയും പൊക്കി നിൽക്കാണ്. അയാളെ ഞരമ്പെല്ലാം ഇങ്ങനെ എടുത്തു പിടിച്ച് ദേഷ്യം പിടിച്ചിട്ട് അങ്ങനെ അങ്ങനെ ചീത്ത വിളിക്കുന്നു, ഉപ്പാനും ഉമ്മാനല്ലോ സുബ്ഹാനല്ലാഹ്, തല്ലാൻ വേണ്ടി നിൽക്കാണ്. എനിക്ക് അവനോട് കടുത്ത വെറുപ്പാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഭാര്യയെ തല്ലുന്നവൻ, ഭാര്യയെ ചീത്ത വിളിക്കുന്നവൻ മാന്യനല്ല. മാ അക്രമൻ നിസാ ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈബ്. തങ്ങൾ പറയുന്നു, മാന്യന്മാരല്ലാതെ ഭാര്യമാരെ ബഹുമാനിക്കൂല. ഭാര്യനെ ബഹുമാനിക്കണം. അതെന്ത് ബഹുമാനോ? ഭാര്യനെ മുമ്പിൽ അടുത്തിട്ട് ബേക്കിൽ നടക്കണ ബഹുമാനമല്ല. മാനിക്കണം, മാനിക്കണം, സ്നേഹിക്കണം, മാനിക്കണം. പിന്നെയോ ഭാര്യയെ തരം താഴ്ത്തി കാണൂല. തരം താഴ്ന്നോനല്ലാതെ, സ്വഭാവ ദൂഷ്യമല്ലാതെ ഭാര്യനെ കുറ്റം പറയൂല. ചില ആൾ എന്ത് പറഞ്ഞാലും ഭാര്യക്ക് കുറ്റേ കണ്ടെത്തുള്ളൂ, ഭാര്യനെ കുറ്റം പറയും. ഭക്ഷണം ഉണ്ടാക്കിയാൽ, നീ എപ്പോൾ ഉണ്ടാക്കിയാലും ഉപ്പ് കൂടുതൽ തന്നെ, അങ്ങനെ പറയരുത്. ഭാര്യയെ മാനിക്കണം.